വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നതേ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അലുവയുടെ റെസിപ്പിയാണ് പൈനാപ്പിൾ ഹൽവ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പൈനാപ്പിൾ ഹൽവ നമുക്കപ്പം തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരു കൈതച്ചക്ക വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് പഴുത്തൊരു കൈതച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് അതരിഞ്ഞ് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണേ. തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. ഇനി നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത പൈനാപ്പിൾ വെള്ളം ഒന്നും ചേർക്കാതാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. അതായത് നല്ല മധുരമുള്ള കൈതച്ചക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തില്ല. ഇപ്പോൾ ഷുഗർ വേണ്ടോയെന്നുള്ളവർ ഈ കൈതച്ചക്ക അടിക്കുന്ന കൂട്ടത്തിൽ മധുരത്തിന് ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് പാലൊഴിച്ച് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ 2 സ്പൂൺ കോൺഫ്ലവർ, അധികം പാൽ നമ്മൾ ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുകയാണല്ലോ. ജസ്റ്റ് ആ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാൻ ആവശ്യത്തിന് മാത്രം പാൽ നമ്മൾ എടുക്കുന്നുള്ളേ. ഇപ്പോൾ നേട്ട നമ്മൾ ഇളക്കി നന്നായിട്ട് ഇതൊന്ന് അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ തീ കുറച്ച് സിമ്മിലിട്ട് ഒഴിക്കണം, കാരണം അത് തിളയ്ക്കും. ഇപ്പോൾ നമ്മൾ ആ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോർ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ കൈയെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കാൻ ഇതുണ്ട്. അപ്പോൾ നമ്മളിത് കൈയെടുക്കാതെ നന്നായിട്ട് ഈ കോൺഫ്ലോർ മിക്സ് ചെയ്തത് ഈ പൈനാപ്പിളിനകത്തോട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തീ സിമ്മിലിട്ടിട്ട് വേണം കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാനുവേ. ഇനി നമ്മൾ നന്നായിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ നല്ല ഒരു നമ്മൾ ശരിക്കുള്ള പൈനാപ്പിൾ ഹൽവയില്ലേ അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമേ. ഇപ്പോൾ വേണ്ട നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഇതിന് കറക്റ്റ്. അതായത് നമ്മൾ ആ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി നന്നായിട്ട് യോജിച്ച് വരണം. അതായത് പാനിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് വരുന്നത് വരെയാണ് നമ്മളിതൊന്ന് ഇതിൻ്റെ ഒരു പരുവേ. നമ്മളൊരു 10 മിനിറ്റാണ് ഇത് മൊത്തത്തിൽ ടൈം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 10 മിനിറ്റോട് വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പൈനാപ്പിൾ ഹൽവയാണ്. ഇനി നമ്മൾ ഏതാണോ ഷേപ്പ് വേണ്ടത് നമുക്ക് ആ ഷേപ്പിലുള്ള പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു കോപ്പ പാത്രം എന്നൊക്കെ പറയുന്ന ടൈപ്പ് നമ്മളൊരു സാധാരണ ഒരു പാത്രത്തിലോട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു വെക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഇതൊന്ന് നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണ്ട, ജസ്റ്റ് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫ്രിഡ്ജിൽ നമ്മളിത് ഒരു 1 or 2 hour നമ്മൾ നന്നായിട്ട് ഒന്ന് സെറ്റാവണം, ഒരു തണുത്തൊന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇതുപോലെ നമുക്ക് കിട്ടും നല്ലതായിട്ട്. നമ്മൾക്കിത് വേണമെങ്കിൽ ഒരു ചതുരത്തിലുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഒരു ഹൽവയുടെ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടുമായിരുന്നേ. നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുത്തുകൊണ്ടാണ് നേരെ നമ്മളിതൊന്ന് പൊക്കി കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.